കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. ഇന്നിപ്പോൾ നല്ല തിരക്കാണ്. ഇന്നലെയും നല്ല തിരക്ക്, ഇന്നും അതിലേറെ തിരക്കാണ്. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ തിരക്ക് തന്നെയാണ്, പ്രതീക്ഷിക്കാം. ഒന്നാമത് അവധി ദിവസങ്ങളാണ്, വൈശാഖം കഴിയാറായി, എല്ലാം കൂടിയുള്ള തിരക്കാണ്. ഇന്നിപ്പോൾ ധാരാളം കല്യാണങ്ങളുണ്ടായിരുന്നു, അതിൻ്റെയും തിരക്ക്. എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അങ്ങനെ വരുമ്പോൾ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ടു തൊഴുത് നമ്മൾ നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെയും കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടത് വശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം, കിടാവിളക്കും ഇങ്ങനെ കത്തിന് കാണാം. അതേപോലെ വലത് വശത്തെ ആ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ നെയ്വിളക്കിൻ്റെ ശോഭ. അങ്ങനെ ആ ശോഭയിൽ നോക്കുമ്പോൾ നല്ല തിളക്കം കാണാണ്ട്. ആദ്യം തന്നെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഒന്ന് മേലെ ഇരിക്കുക കേട്ടോ. ഒന്ന് ഊഞ്ഞാൽപ്പടി കാണാണ്ട്, പൊന്നിൻ്റെ ഊഞ്ഞാൽപ്പടി കാണാണ്ട് പട്ടുകോണ കൊടുത്ത് ഇരിക്കുകയാണ്. അതേപോലെ 2 കൈ കൊണ്ടും ആ ഊഞ്ഞാലിൻ്റെ വള്ളികളിൽ ഇങ്ങനെ പിടിച്ച് അരയിൽ ആ പൊന്നോടക്കുഴൽ തിരികെ വെച്ചിട്ടുണ്ട്. ഓടക്കുഴൽ കൈ പിടിക്കാനൊന്നും പറ്റില്ല, അഥവാ വീണാലോ എന്ന് പറഞ്ഞിട്ടേ 2 കൈ കൊണ്ട് മുറുക്ക പിടിച്ചിട്ടുണ്ട്. ചെറിയ ഉണ്ണിയാണ്, 1-2 വയസ്സൊക്കെ തോന്നിക്കുള്ളൂ. അങ്ങനെ പട്ടുകോണ കൊടുത്തത്. അതേപോലെ ആ അരമണി ഇങ്ങനെ താഴ്ന്ന് കിടക്കുന്നുണ്ട്. അതിൻ്റെ ചെറിയ ഇതിങ്ങനെ താഴത്ത് ഇങ്ങനെ തൊട്ടറ അവിടേക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നൂലുകൾ ഇങ്ങനെ കിടക്കണം. അത് നല്ല രസമായിട്ട് കാണാറുണ്ട്. പിന്നെ ആകെ പൊന്നിൻ്റെ പ്രഭയെ കാണാനുള്ളത്. പിന്നെ നോക്കുമ്പോൾ മുകളിലേക്ക് നോക്കിയാൽ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ തിരുനെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. നല്ല പുഞ്ചിരിയാണ്. കാരണം എന്താ വെച്ചാൽ ഊഞ്ഞാലിൻ്റെ മുകളിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഊഞ്ഞാലാടെയാണ്, കളിക്കുകയല്ലേ, അപ്പോൾ അതിനെല്ലാം ഇഷ്ടമാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പൊന്നിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അതേപോലെ തിരുമുടി മാലകൾ 3 തിരുമുടി മാല ഉണ്ട്. വെള്ളയും വെളുത്ത പൂവും തെച്ചിയും തുളസിയൊക്കെ ആയിട്ടുള്ള 3 എണ്ണം ഒരേപോലെ തന്നെ. ഒരു ഉണ്ടമാലയുണ്ട്. ഉണ്ടമാല എങ്ങനെയാണെന്ന് വെച്ചാൽ താമരപ്പൂവുണ്ട്, തുളസിയുണ്ട്, തെച്ചിപ്പൂവൊക്കെ പാടെ ചേർത്തിട്ട് ഒറ്റ ഉണ്ടമാല. എന്തായാലും നല്ല രസമായിട്ടുണ്ട്. കാരണം ആളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ തന്നെ ചിരിച്ചു കൊണ്ടിരിക്കുക. ഞാൻ ഊഞ്ഞാലാടുകയാണ് എന്ന് പറഞ്ഞിട്ട് അമ്മ കൊണ്ടേ ഇരുത്തിയ ഇരുത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിൽക്കുകയാണ്. എന്നിട്ട് നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരുടെയും മനസ്സ് ഇപ്പോൾ ആ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കി കാണുന്ന കാഴ്ചയിലാവട്ടെ. ആ ഗുരുവായൂരപ്പൻ, ആ പൊന്നുണ്ണിക്കണ്ണൻ, ആ ഊഞ്ഞാലടുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ നമ്മൾ കണ്ട് വണങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ വണങ്ങുമ്പോൾ ആ ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളേക്ക് എത്തും, തീർച്ചയായും എത്തും. അങ്ങനെ നമ്മളവിടെ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും ഭഗവാന്റെ തിടപ്പള്ളിയൊക്കെ തൊഴുത് ആലിലക്കണ്ണനെയും കണ്ട് 7 മാതാക്കളെയും കണ്ട് തൊഴുത് നമ്മൾ ഗണേശൻ്റെ അടുത്തേക്ക് വരികയാണ്. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ മുഖത്തൊക്കെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്, അതേപോലെ കിരീടം വെച്ചിട്ടുണ്ട്, സ്വർണത്തിൻ്റെ മാലകൾ ചാർത്തിയിട്ടുണ്ട്, ധാരാളം അർച്ചനപ്പൂക്കളുണ്ട്. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക, സരസ്വതി ദേവിനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് ഓദിക്കൻ്റെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദം വാങ്ങാം. അത് കഴിഞ്ഞ് നേരെ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപം കണ്ട് തൊഴുത് ആനന്ദശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്ത് വരുമ്പോൾ നിറയെ മാലകളുണ്ട്. നല്ല ചെണ്ടുമല്ലിമാല ഉണ്ട് മഹാവിഷ്ണുവിൻ്റെ അവിടെ. അതേപോലെ ബ്രഹ്മാവിന് നല്ല മാല ചാർത്തിയിട്ടുണ്ട്, താമരമാല, ധാരാളം മാലകളുണ്ട്. അത് കഴിഞ്ഞ് നേരെ വന്ന് നമ്മൾ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വരിക, സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അതേപോലെ തന്നെ തൊട്ട് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭീഷ്മ പിതാമഹന് അനുഗ്രഹം കൊടുക്കുന്ന ആ ഒരു കാഴ്ച കാണാം.
അത് കഴിഞ്ഞ് നേരെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയാണ്. അപ്പോൾ അത് കാണാം. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ മുരുകനെയും കണ്ട് തൊഴാം. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക, ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴാം. ധാരാളം മാലകളുണ്ട്, വെറ്റിലമാലുണ്ട്, തെച്ചിമാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്, കുങ്കുമമുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാഗ്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് അങ്ങനെ അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ നേരെ ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് നേരെ ആ താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ ഭഗവാന്റെ നൃത്താറയും കിടാവിളക്കും അതേപോലെ തന്നെ മണിക്കിണറൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയും ഒക്കെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് ചന്ദനം തീർത്തൊക്കെ വാങ്ങാം പ്രസാദ കൗണ്ടറിലെത്തിയിട്ട്. അത് കഴിഞ്ഞ് ഇടത്തരികത്ത് കാവിൽ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ മുന്നിലെത്തുമ്പോൾ അവിടെ ഇപ്പോൾ ഗോളകയാണ്. അതേപോലെ നല്ല ചുവന്ന പട്ടൊക്കെ ധരിച്ചിട്ടുണ്ട്, ചുവന്ന മാലകളുണ്ട്, നല്ല രസമായിട്ടുണ്ട്. അമ്മയെ പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞേക്കുക, മമ്മിയൂരപ്പനെ കാണാം മനസ്സിൽ. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെയാവും. വീണ്ടും നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ആ ഊഞ്ഞാലിലിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെ നോക്കി ചിരിക്കുന്നത് കാണാം. നിങ്ങൾ തൊഴുത് അവിടെ എത്തിയില്ലേ? അപ്പോൾ അത് നമ്മൾ കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് നമ്മൾ നേരെ ഭഗവാന്റെ കൂത്തമ്പലത്തിലും പോയിട്ടൊന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമീനെ കാണാം. അയ്യപ്പസ്വാമിയുടെ അവിടെ കിരീടം വെച്ചിട്ടുണ്ട്, കളഭ ആയില്ല. പിന്നെ പാവുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ മഞ്ഞ മുണ്ടുടുപ്പിച്ചിട്ടുണ്ട്, ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമി പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ തൊഴുത് അങ്ങനെ വരുമ്പോൾ പടിഞ്ഞാറ നടയിലെത്തിയാൽ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്ത് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. ഇപ്പോൾ വെള്ളമൊക്കെ താഴത്തേക്ക് എത്തിയിട്ടോ, എന്നാലും കാണാണ്ട്. അപ്പോൾ അങ്ങനെ മേലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ നാരായണാലയത്തിൽ പോയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. പിന്നീട് ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴുത് തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീ ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.